നമസ്കാരം. നമ്മൾ എല്ലാ പ്രശ്നത്തിനും കാരണം മറ്റുള്ളവരാണ്. നമുക്ക് വരുന്ന പ്രോബ്ലത്തിന് കാരണം മറ്റുള്ളവരാണ് എന്ന് നമ്മൾ എപ്പോഴും പറയും. പക്ഷേ ഒന്നിനും കാരണം ബാക്കിയുള്ളവരല്ല, മറ്റുള്ളവരല്ല, അവനവൻ തന്നെയാണ് ഇതിനെല്ലാം കാരണം, അല്ലേ? അപ്പം നമ്മൾ എന്നെങ്കിലും ഒരു ദിവസം ഈ സത്യം അറിഞ്ഞാൽ, ഞാൻ തന്നെയാണ് കാരണം എന്നുള്ള സത്യം അറിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് മാറ്റം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മാറാൻ സാധ്യമല്ല, നമ്മൾ മാറില്ല. അപ്പോഴേ നമ്മൾ മാറുകയുള്ളൂ. മറ്റുള്ളവരാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നു. എന്നിട്ട് വല്ല മാറ്റവും ഇവിടെ ഉണ്ടായോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ മാറണം. നമുക്ക് വേദശാസ്ത്ര പഠനം അത്യാവശ്യമാണ്. അത് ഭഗവാന്റെ വാക്കുകളാണ്, ഭഗവത് വചനമാണ്. അതുകൊണ്ട് ശത്രുവും മിത്രവും ഒരേ സ്ഥലത്ത് ഉണ്ടാവാൻ സാധ്യമല്ല, ശത്രുവും മിത്രവും. പക്ഷേ നമ്മൾ ശത്രുവിനെയും മിത്രത്തിനെയും ഒരേ സ്ഥലത്താണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ എൻ്റെ ശത്രുവാണ്, ഇയാൾ എൻ്റെ മിത്രമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ അവരെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശത്രുവിനെയും മിത്രത്തിനെയും നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശത്രുവിൻ്റെ ഒരേ സ്ഥലത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ, സംസർഗോ ദോഷഗുണ എന്ന് പറയണ മാതിരി നമ്മുടെ ഉള്ളിൽ മിത്രത്തിനെയും ശത്രുവിനെയും ഒരേ സ്ഥലത്ത് വയ്ക്കുമ്പോൾ മിത്രത്തിൻ്റെ ഗുണം ശത്രുവിനും ശത്രുവിൻ്റെ ഗുണം മിത്രത്തിനും വരാനും ചാൻസുകളുണ്ട്. രണ്ടുപേരും ഒരേ സ്ഥലത്താണ്, സംസർഗം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഈ വിഷയത്തെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നോക്കുമ്പോൾ, അപ്പോൾ ഒരു കാര്യം നമ്മൾ ഈ മൂർച്ചയുള്ള ഒരു കത്തിയുണ്ട്, നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. ഈ കത്തി നമുക്ക് പച്ചക്കറികളൊക്കെ മുറിക്കാനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ആ കത്തി നമുക്ക് വിരൽ മുറിയും, അവിടെ ഇവിടെയൊക്കെ മുറിയും. അതേമാതിരി തന്നെ വാഹനങ്ങളുണ്ട്, കാറ് തുടങ്ങിയ വാഹനങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ശരിയായ രീതിയിൽ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതൊക്കെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ശരീരം, അല്ലേ, ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ ആവണം. ഇപ്പോൾ കാറ് നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിലല്ലേ അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ശരീരം, ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ ആവണം. അപ്പോൾ നമ്മുടെ മനസ്സിനെ വേറെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല, അല്ലേ? വേറൊരാൾക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ നമ്മുടെ അന്ധക്കരണത്തിനെയും കൊണ്ടുവരാൻ സാധ്യമല്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ അന്ധക്കരണത്തിനെയും ഇന്ദ്രിയങ്ങളെയും നമ്മളിങ്ങനെ അടക്കി നിർത്തരുത്. അതിനെ കൺട്രോളിൽ കൊണ്ടുവരണം. അതിനെ കൺട്രോളിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ജയിക്കാൻ പറ്റും. മറ്റുള്ളവരെ ജയിക്കാനൊക്കെ സാധിക്കും. പക്ഷേ നമുക്ക് നമ്മളെ ജയിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ ജയിക്കണം.
ഇനി നമുക്ക് 5 മിനിറ്റ് നമുക്ക് തന്നിൽ തന്നെ നിൽക്കാൻ സാധിക്കുമോ? 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നമുക്ക് തന്നിൽ തന്നെ നിൽക്കാൻ സാധിക്കുമോ? അവനവനിൽ തന്നെ നിൽക്കാൻ പറ്റുമോ? നിന്നിട്ടുണ്ടോ? നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമം ഉണ്ടായിരുന്നോ? ഒന്നും നടന്നിട്ടില്ല അല്ലേ? അപ്പം ഇങ്ങനെയൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെയൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എന്താണ് കാരണം അല്ലേ? എന്താണ് കാരണം? അപ്പോഴാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ 6-ാമത്തെ അധ്യായത്തിൽ 5ഉം 6ഉം ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാതയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനാ ബന്ധുരാത്മാനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. അങ്ങനെ എപ്പോൾ നമ്മുടെ മനസ്സ്, ബുദ്ധി തുടങ്ങിയവ ശത്രുക്കളായതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ നമ്മുടെ ശത്രുഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ മിത്രഭാവത്തിൽ വരണം. അപ്പോൾ അതിനെ നമ്മൾ മിത്രമാക്കണം. നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും നമ്മൾ മിത്രമാക്കണം. ഇതൊക്കെ ഇപ്പോൾ ശത്രുഭാവത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂടെ ശത്രുക്കളാണ് ഉള്ളതെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂടെ ശത്രുക്കളാണെങ്കിലോ എന്താവും? നമുക്ക് ബോറടിക്കും, നമുക്ക് എന്തോ പോലെ ഇരിക്കും. കൂടെയുള്ളവരൊക്കെ നമ്മുടെ കൂടെ യോജിച്ചു പോകാത്തവരാണെങ്കിൽ നമുക്കവിടെ ഇരിക്കാൻ തന്നെ പറ്റില്ല, നമ്മൾ എന്തോ പോലെ ഇരിക്കും അല്ലേ? അപ്പം മിത്രമാണെങ്കിലോ നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, നല്ല സുഖത്തിലായിരിക്കും അല്ലേ? സുഖത്തിലായിരിക്കും. അപ്പം നമ്മുടെ കൂടെ താമസിക്കുന്ന, എപ്പോഴും ഒരുമിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, ഇതിൻ്റെ കൂടെയാണല്ലോ നമ്മൾ താമസിക്കുന്നത്. അപ്പം മനസ്സ്, ബുദ്ധി ഇത് ശത്രുഭാവത്തിലും അല്ലേ, അതേമാതിരി മിത്രമായിട്ടും ആണ് ഇരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, അത് മനസ്സും ബുദ്ധിയും ശത്രുഭാവത്തിലും മിത്രഭാവത്തിലും ആണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഇല്ലാതെ പോയി. നമുക്കില്ലാതെ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ നമുക്കറിയില്ല, ആ കഴിവില്ല. അതാണ് അപ്പോൾ ഇല്ലാതെ പോയത് കൊണ്ട് പക്ഷേ ആ കഴിവ് നമുക്കില്ലാതെ പോയി. പക്ഷേ നമ്മൾ ഈ ആന, അതേമാതിരി പട്ടി, സിംഹം, പുലി ഇങ്ങനെയുള്ള ജീവികളുണ്ടല്ലോ, മൃഗങ്ങൾ, ഇവയൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലേ, നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് പോലെ ഇവരെയൊക്കെ കൊണ്ടുവരുമല്ലോ, നിയന്ത്രണത്തിൽ കൊണ്ടുവരുമല്ലോ. നമ്മൾ പറയണമാതിരി കേൾക്കും. ആന കേൾക്കും, പുലി കേൾക്കും, സിംഹം കേൾക്കും. ഇതൊക്കെ നമ്മൾ പറയണമാതിരി കേൾക്കും അല്ലേ? വരച്ച വരയിൽ നിർത്തും അതിനെയൊക്കെ അല്ലേ? പക്ഷേ നമുക്ക്
നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിനെ, ഇതിനെയൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ അറിയില്ല. എന്നിൽ നിന്നും ഭിന്നമായിട്ടുള്ള ആന, പുലി, അതിനെയൊക്കെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരും അല്ലേ? അപ്പം നമുക്ക് ഈ വരച്ച വരയിൽ നമ്മുടെ മനസ്സിനെ നിർത്താൻ സാധിക്കണം. ഇതാണ് നമുക്ക് മുഖ്യമായിട്ടും വേണ്ടത് അല്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ, അങ്ങനെ നമ്മൾ നമ്മുടെ കൺട്രോളിൽ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ നമ്മളിൽ തന്നെ നിന്ന്, അതായത് തന്നിൽ തന്നെ നിന്ന് സ്വരൂപത്തെ അറിയാൻ സാധിക്കും. സ്വരൂപത്തെ അറിയാൻ സാധിക്കും അല്ലേ? സ്വരൂപത്തിൽ സ്ഥിതനാകും, സ്വരൂപത്തിൽ നിൽക്കും. അപ്പം അതിനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.